ഇവിടെ സ്റ്റേജിലിരിക്കുന്ന ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ, അതിനോടൊപ്പം തന്നെ എൻ്റെ മുന്നിൽ ശ്രവിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരുണാഭവൻ ഭിന്നശേഷി സൗഹൃദ സമ്മേളനത്തിനാണ് നമ്മളെല്ലാവരും സന്നിഹിതരായിട്ടുള്ളത്. ഞാനിവിടെ ഒരു 10 മണിക്ക് എത്തിയതാണ്. ഇവിടുത്തെ എല്ലാവരുടെ പ്രസംഗവും ശ്രവിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, എന്നോട് ക്ഷണിച്ചിട്ടുള്ളത് ഫ്രീഡം ലൈഫ് എൻ്റർപ്രൈസസ് മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിലാണ്. ഞാൻ 2003 ഗൾഫിൽ വെച്ച് നടന്നൊരു കാർ ആക്സിഡൻറ്റിൽ നട്ടലിന് ക്ഷതം സംഭവിച്ച് നെഞ്ചിന് താഴേക്ക് പൂർണ്ണമായും തളർന്നു പോയ ഒരാളാണ്. അതിനുശേഷം ഒരുപാട് ചികിത്സയിലൂടെയും ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയും കടന്നു വന്ന് ഇന്ന് ഫ്രീഡം ലൈഫ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരാളായിട്ട് ഞാൻ മാറി നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്കെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആയി മാറാൻ കഴിയും എന്നുള്ളതാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് പലപ്പോഴും ഇന്നൊക്കെ ചേർത്ത് പിടിക്കലിൻ്റെ കാലമാണ്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ വൈകല്യങ്ങളുടെ മേഖലയിലൂടെ സഞ്ചരിച്ച് സഹതാപത്തിൻ്റെ വഴികളിലൂടെ വന്ന് അങ്ങനെ ഒരുപാട് സഹതാപ തരംഗങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടൊക്കെ നടക്കുന്ന കാലഘട്ടത്തിലൂടെയാണ്. അതിനോടൊപ്പം തന്നെ നമ്മളൊക്കെ ഒരുപാട് വിജയസാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഭിന്നശേഷി സൗഹൃദ സമ്മേളനം എന്ന് പറയുമ്പോൾ എന്താണ് ഭിന്നശേഷി സൗഹൃദം, എങ്ങനെയാണ് അതായിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും നമ്മൾ ഭിന്നശേഷി സൗഹൃദം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഭിന്നശേഷി കൂട്ടായ്മകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു റാമ്പ് നിർമ്മിക്കുക, അല്ലെങ്കിൽ അത്തരം ആളുകളെ ചേർത്ത് പിടിക്കുക, അങ്ങനെ സൗഹൃദം ഉണ്ടാക്കുക എന്നുള്ള നിലക്കാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഭിന്നശേഷി മേഖലയിലുള്ള ആളുകൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കാനും അവരെ അറിഞ്ഞു പ്രവർത്തിക്കാനും മറ്റുള്ളവർ എടുക്കേണ്ട ഒരു കാര്യമാണ് ഭിന്നശേഷി സൗഹൃദം എന്ന് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊക്കെ വീടുണ്ടാക്കുമ്പോൾ, നമ്മളൊരു വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ ഫസ്റ്റ് ഘട്ടത്തിൽ നമ്മളതിൻ്റെ പ്ലാൻ വരക്കും, അല്ലെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കും. ഈ അവസരത്തിലൊക്കെ നമ്മൾ വീടിൻ്റെ ഓരോ മുക്കും മൂലയിലൊക്കെ തിരഞ്ഞ് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മളൊരു ധാരണയിലെത്തും. ആ ഒരു സമയത്ത് ഈ വീടിൻ്റെ മുന്നിൽ ഭിന്നശേഷിക്കാർക്ക് കയറി വരാൻ വേണ്ടി സൗകര്യം ഒരുക്കുന്ന ഒരു സംഭവം നമ്മളുടെ ആരുടെയും പ്ലാനിൽ തെളിഞ്ഞു വരാറില്ല. ഒരു റാമ്പോ അല്ലെങ്കിൽ ബാത്റൂമോ അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത ആളുകൾ കയറി വരാനുള്ള സൗകര്യമൊന്നും നമ്മളുടെ വീട് നിർമ്മിക്കുമ്പോൾ പേഴ്സണലായിട്ട് നമ്മൾ ആരും ആ ഒരു സംഭവം നമ്മളുടെ പ്ലാനിൽ തയ്യാറാക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല എന്താണ് ഭിന്നശേഷി സൗഹൃദം, എങ്ങനെയാണ് ഭിന്നശേഷിക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് എന്ന്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കാര്യം നമ്മളുടെ മനസ്സിന്റെ അകത്തലങ്ങളിൽ എപ്പോഴുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിന് ഒരുങ്ങുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള ആളുകളെ പരിഗണിക്കാനുള്ളൊരു മനസ്ഥിതി നമുക്കുണ്ടാവും. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇത്തരം ആളുകൾ ഭൂമി ലോകത്ത് ജീവിക്കുന്നുണ്ട്, അവർക്കുള്ള സൗകര്യം കൂടി ഇവിടെ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കും. ഇന്ന് നമ്മളെ നാട്ടിലൊക്കെ സംഭവിക്കുന്നത്, ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ചെല്ലുകയാണ്, ചുരുക്കി ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഭിന്നശേഷിക്കാർക്കുള്ള പാർക്കിംഗ് വീൽ ചെയറിന്റെ അടയാളം അല്ലെങ്കിൽ സിമ്പിളൊക്കെ അടക്കിയിട്ട് അവിടെ രൂപപ്പെടുത്തിയിട്ടിട്ടുണ്ടാവും. പക്ഷെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, ഒന്നുകിൽ അതിൽ കാർ കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ബൈക്കുകൾ കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മളുടെ സംസ്കാരം അതാണ്. പക്ഷെ ആ സംസ്കാരം മാറിയിട്ട് നമ്മളെ സംസ്കാരം എന്തായിട്ട് മാറണം? ആ ഒരു പാർക്കിംഗ്
അവർക്ക് വേണ്ടി, അവരാരും അവിടെ വന്നിട്ടില്ലെങ്കിലും, അവരുടെ വണ്ടികളൊന്നും വാഹനങ്ങളവിടെ പാർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ആ പാർക്കിംഗ് അവർക്ക് വേണ്ടി ഒഴിച്ചിടുക എന്നുള്ളത് നമ്മുടെ സംസ്കാരമായി മാറണം എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു സംസ്കാരം വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും ഭിന്നശേഷി സൗഹൃദമാക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത്തരം ആളുകളെ ചേർത്ത് പിടിക്കുമ്പോൾ ഇവർക്കൊക്കെ, ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ എങ്ങനെയാണ് ഈ മേഖലകളിൽ ജോലിയിലേക്ക് എത്തിപ്പെട്ടത് എന്ന് ചിന്തിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് കയ്യിൽ തന്ന ഒരു ബൊക്കെയാണ് ഈ കാണുന്നത്. സിമ്പിളായിട്ട് ചിന്തിച്ചത് ഒരു ബൊക്കെയാണ്. ഇത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇത് തന്നെയാണ് ബൊക്കെയായിട്ട് കൊടുക്കുക. ഇതിന്റെ വലുപ്പം കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ മറിച്ചൊന്ന് ചിന്തിക്കുകയാണ്, നമ്മളുടെ മക്കളെ നിരന്തരമായ ട്രെയിനിങ്ങിലൂടെ ഈ സാധനം നിർമ്മിക്കാൻ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഇത് വളരെ സിമ്പിളാണ്. ഇത് ചൈനയിൽ നിന്ന് മറ്റൊക്കെ വരുന്ന സാധനമാണ്. ഈ ഒരു സംഭവം വളരെ സിമ്പിളായിട്ടൊരു സാധനമാണ്. ഇതിന് കുറച്ച് പേപ്പറുകൾ വെട്ടിയിട്ട് അല്ലെങ്കിൽ തുണി വെട്ടിയിട്ടുണ്ടാക്കിയ കുറെ എതളുകളും കാര്യങ്ങളും ഒരു കമ്പിയിൽ കയറ്റി വെച്ച ഒരു സാധനമാണ്. ഈ ഒരു സംഭവം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മളെ മക്കളെ നിരന്തരമായി ട്രെയിനിങ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മുന്നേറ്റങ്ങൾ അവരെ കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ പുളിക്കൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ ഭിന്നശേഷിക്കാരായ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരാരും ഈ വർക്ക് പഠിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നവരല്ല. അവരൊക്കെ നിരന്തരമായ പരിശീലനത്തിലൂടെ ഇതുപോലെ വളർത്തിക്കൊണ്ടുവന്ന് അവർക്കത് പരിചയപ്പെടുത്തി ഇന്ന് അവർ സമ്പാദിക്കുന്ന, അവർക്ക് നിത്യം വരുമാനം കണ്ടെത്തുന്ന ഒരു തൊഴിൽ സംരംഭം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ഫ്രീഡം ലൈഫ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിന്റെ ഇടവേളയിൽ വീൽ ചെയറിൽ ആയിപ്പോയ ഒരാളാണ്, സക്കീർ മാഷൊക്കെ പോലെ തന്നെ. അപ്പൊ ഞാൻ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചു, ഈ ഒരു വീൽ ചെയർ നമ്മളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ജീവിതം കണ്ടെത്തിക്കൂടാന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ആ വീൽ ചെയറിന്റെ നിർമ്മാണം ഞങ്ങൾ പഠിക്കുകയും ഇതുപോലെ സർജിക്കൽ ആവശ്യങ്ങളുടെ പല സംഭവങ്ങളും നേരിട്ട് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ട് ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇന്ന് ഓൾ ഇന്ത്യ തലത്തിലൊക്കെ ഫ്രീഡം ലൈഫ് വീൽ ചെയറുകളും സർജിക്കൽ സംഭവങ്ങളും വിതരണം ചെയ്യുക വലിയൊരു സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോ എനിക്ക് പറയാനുള്ള, ഞാൻ ഇങ്ങനെ ആയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളുടെ മേലെ എത്താൻ കഴിയും എന്നാണ്. അതിന് വലിയ വലിയ കാര്യങ്ങളും ചെയ്യേണ്ട, ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മൾ പഠിച്ചെടുത്തിട്ട് അത് നിരന്തരമായി പരിശീലിച്ചുകൊണ്ട് അതിനൊരു തൊഴിൽ ഇടം നമുക്ക് ഒരുങ്ങുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനാകും എന്നുള്ളതാണ്. ഇത്തരം ഒരു സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ച ഇതിന്റെ അണിയറ പ്രവർത്തകരോടും അതുപോലെ തന്നെ ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരോടും 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ട തൊഴിൽ സംരംഭങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.